ദിംബൂച്ചയിൽ നിന്ന് ലംബൂച്ചയിലോട്ട് രാവിലെ തിരിക്കുകയാണ്. ഇവിടെ രാവിലെ -6 അപ്പോൾ നമ്മൾ താമസിച്ച ഹോട്ടലിൽ നിന്ന് രാവിലെ ദിംബൂച്ചയിൽ നിന്ന് ലൻബൂച്ചയിലോട്ട് തിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ പോകണം, ഈ വഴി മുകളിലോട്ട് ഇങ്ങനെ കയറി പോകണം. അപ്പോൾ രാവിലെ ഒരു യാക്ക് വന്നതായി ഇവിടെ നിൽപ്പുണ്ട്. ഒന്നല്ല, കുറേ വരുന്നുണ്ട് ഇങ്ങനെ. രാവിലെ ഇന്ന് -6 രാവിലെ 8:30 മണിയായപ്പോൾ. എല്ലാം ഇങ്ങനെ വരുന്നുണ്ട് ഓരോന്നായിട്ട്, വെയിൽ കൊള്ളാനൊക്കെ ആയിട്ട്. ഒരു വെള്ള തലയുള്ളവൻ അപ്പോൾ ഇതാ യാക്കിൻ്റെ അടുത്തുനിന്ന് തിരിക്കുകയാണ്. നമ്മൾ ആ വഴി ഇങ്ങനെ കയറി വരുമ്പോൾ ഇവിടെ ബോർഡുണ്ട്. നമ്മൾ ലൻബൂച്ച വഴിയാണ് പോണത്. അപ്പം നമുക്ക് ഇങ്ങനെയാണ് പോകാനുള്ളത്. ഇങ്ങനെ ആ മല ചുറ്റി ഇങ്ങനെ പോകണം. അപ്പം നമ്മൾ അങ്ങോട്ട് നടക്കുകയാണ്. ഇവിടെയൊക്കെ ഐസ്, വെള്ളം എല്ലാം ഐസായിരിക്കുകയാണ്. അതാ നടക്കുന്നിടത്തെല്ലാം ഐസാണ്. നല്ല തണുത്ത കാറ്റുണ്ട്. കാലിൻ്റെ വേദന ഉണ്ടെന്ന്, വലത്തെ കാലിൻ്റെ കണ്ണിൻ്റെ വേദന മാറിയില്ല. നമുക്ക് പോകാനുള്ള വഴി അങ്ങനെ കിടക്കുകയാണ്. രാവിലെ നടന്ന് തുടങ്ങിയപ്പോൾ തന്നെ വേദന ഉണ്ട്. ഇങ്ങനെ തേരി കയറണം നമുക്ക്. നമ്മൾ നടന്ന് ഇനി മുകളിൽ കയറി നമ്മൾ താമസിച്ച ഹോട്ടലിൽ അതാ കാണാം. ചാർജ് ഇതാന്ന് പറയും മുമ്പ് പോകണം. 90% ഉണ്ടായിരുന്ന ചാർജ് ഇപ്പോൾ 77 ഇതിങ്ങനെ കിടക്കുക മുകളിലോട്ട് വഴി. അങ്ങനെ കുറേ യാക്കും ഞാനുമായിട്ട് മുകളിലോട്ട് മല കയറുകയാണ്. പോടാ. അങ്ങനെ നടന്ന് ഒരുവിധം ഇനി മുകളിലെത്തി. ദിംബൂച്ചയിൽ നിന്ന് നടന്ന് ഇങ്ങനെ മുകളിലെത്തി.
ഇങ്ങനെ താഴോട്ടാണ്. വേറെ കാണാനൊന്നുമില്ല. ഇങ്ങനെ താഴോട്ടായിരിക്കണം, ഇങ്ങനെ ആയിരിക്കണം. അപ്പോൾ വേണ്ട, ഇങ്ങനെയൊക്കെ പോണം. ഇങ്ങോട്ടും വഴി കിടപ്പുണ്ട്. ആ മലയിലോട്ട് കയറാനാണ് അങ്ങോട്ടുള്ള വഴി. നമുക്ക് ഇതാ ഈ വഴി നടന്ന് ഇങ്ങനെ പോകണം. ഇവിടെ നിന്നിങ്ങനെ നിരപ്പായ ഒരു സ്ഥലമാണ്. ഇങ്ങനെ കിടക്കുകയാണ്, ആരെയും കാണാനില്ല. അവിടെ അവിടെ ആയിട്ട് കുറച്ച് ഇതൊക്കെയുണ്ട്, കല്ലുകളൊക്കെ ഉണ്ട്. ഒരു ഉദ്ദേശം വെച്ച് നടക്കണം. ഇവിടെ ആൾക്കാർ നടന്നു പോയ അടയാളങ്ങൾ വെച്ച് നടക്കണം. ഈ ആക്കിനെയും കൊണ്ട് ഇളങ്ങ് മുകളിലോട്ട്, മലയുടെ മുകളിലോട്ട് കയറിയിട്ടുണ്ട്. അങ്ങനെ നടന്നു വന്നപ്പോൾ അതാ ഒരു 4-5 പേര് പോകണുണ്ട്. അവർ കുറച്ച് താഴെ കൂടെയാണ് പോണേ. ഇവിടെ വഴിയൊന്നുമില്ല, ഇങ്ങനെ കാണുന്ന വഴിയൊക്കെ കൂടെ അങ്ങ് പോവാം. ഇവിടെയെല്ലാം ചെരുപ്പിൻ്റെ അടയാളങ്ങളുണ്ട്. താഴെ എല്ലാം ഇങ്ങനെ ഉപ്പ് പാടം കിടക്കും പോലെ മഞ്ഞിങ്ങനെ കിടക്കുകയാണ്. ഇവിടെ വഴിയൊന്നുമില്ല. ഇങ്ങനെ ഓരോ കല്ലിൻ്റെ ഇടയിൽ കൂടെ നേരത്തെ ആൾക്കാർ ചവിട്ടിപ്പോയ അടയാളം വെച്ച് പോകണം. താഴെല്ലാം ഉപ്പുപാടം കിടക്കും പോലെ കിടക്കുകയാണ്. ഐസ് ഇങ്ങനെ വന്ന് നമുക്കിങ്ങനെ ഈ ചരുവിൽ കൂടെ ഇങ്ങനെ പോകണം. ഇങ്ങനെ പോയി അവിടെ പോകാൻ പറയാം, മലയുടെ അങ്ങോട്ട്. ഇവിടെയും ഒരു ചെറിയ ഗ്രാമം താഴെ കാണാം. വലിയ വെയിലില്ല. നേരത്തെ നടന്നു പോയവരൊക്കെ അവിടെ പോയി റെസ്റ്റ് ചെയ്യുക. പത്തോ 25 വീടുകളുള്ള ചെറിയൊരു ഗ്രാമം. ഇങ്ങനെ ഉപ്പ് കിടക്കും പോലെ ഇങ്ങനെ ഐസ് ഇങ്ങനെ കിടപ്പുണ്ട്. അതിലേ ഒരു വഴിയുണ്ട് ഇങ്ങനെ പോകാൻ. ആ വഴി പോയാലും അങ്ങ് പോവാം, പോയി കയറാം. ഞാനിപ്പോൾ എല്ലാവരും നടന്നു പോയി, ഞാനിപ്പോൾ ബാക്കിലായി. രാവിലെ നടക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെ കിടക്കുക, ഇങ്ങനെ ചരിഞ്ഞ് കിടക്കുക, ഇങ്ങനെ കിടക്കുക ചരിഞ്ഞ്. അവിടെ നിന്ന് അങ്ങ് താഴെ നിന്ന് ഇങ്ങനെ വന്നതാണ്.
അവിടെ നിന്ന് ഇങ്ങനെ കുറേ സമയമായി നടക്കാൻ തുടങ്ങിയിട്ട് ഒരിടം എത്തുന്നില്ല. ഇങ്ങനെ അങ്ങ് കിടക്കുകയാണ് വഴി. ഫ്രണ്ടിലുണ്ടായിരുന്നവരൊക്കെ പോയി, ഇപ്പം ഞാൻ മാത്രമേ ഉള്ളൂ. ഈ മഞ്ഞുമലയൊക്കെ ഇങ്ങനെ അടുത്ത് കാണാം. അതുകൊണ്ട് നല്ല കാറ്റും നല്ല തണുപ്പും, നല്ല തണുത്ത കാറ്റ്. കുറേ നടന്നിങ്ങനെ വന്നപ്പോൾ അവിടെ 2-3 വീടുകൾ മലയുടെ സൈഡിൽ ഇങ്ങനെ നല്ല രസമുണ്ട് ഇവിടെയൊക്കെ. അതാ അവിടെ കാണാം. നേരത്തെ പയ്യ ആൾക്കാരെയൊന്നും കാണാനില്ല. ആ വഴിയാണ് പോവേണ്ടതെങ്കിൽ ഇങ്ങനെ ഇനി മല കയറണം. അതാ ഈ മല വഴി ഇങ്ങനെ പോയാൽ മതിയെങ്കിൽ ഇങ്ങനെ പോകണമെങ്കിൽ. ആരെയും കാണാനില്ല. അതാ താഴോട്ട് ഇറങ്ങുന്നുണ്ട് ആൾക്കാർ. ആ മല എന്നെ കയറാണ്ട് ഇങ്ങനെ ഇറക്കുകയാണ് ആ മല കയറാൻ. ഒന്നും കണ്ടുകൂടാ, ആകാശം മാത്രമേ കാണാവൂ. അങ്ങോട്ട് പോകുന്തോറും തണുപ്പ് കൂടാം. നേരത്തെ കുറേ ആൾക്കാരൊക്കെ പോയി, അവരെയൊന്നും കാണാനില്ല. ഇതാ ഒരു 4 പേര് പോണവരെ മാത്രമേ കാണാവൂ. ആ വഴിയാണ് നടന്നു പോവേണ്ടത്. ആൾക്കാർ എളുപ്പം നോക്കി പോയതാണ്. അവരവിടെ കുടുങ്ങി കിടക്കണം. അപ്പുറത്ത് മുകളിൽ പാലമുണ്ട്. ആ പാലത്തിൽ കൂടെ പോകാനുള്ള വഴിയിലാണ് യാക്ക് പോണത്. ഇതാ ഇവിടെ ദിംബൂച്ചയിലോട്ട് അങ്ങോട്ട് പോവേണ്ടതെന്നുള്ള ബോർഡ് കാണാം. നമ്മളിങ്ങനെ വരുമ്പോൾ നമുക്ക് പോകേണ്ട ലംബൂച്ചയിലോട്ടാണ്, അങ്ങോട്ടാണ്. കുറേ നടക്കാണ്ട്. ഈ മല മൊത്തം കയറാനുണ്ട്. ഇന്ന് മൊത്തത്തിൽ തളർന്നു. അവിടെ പോയിട്ട് എല്ലാം ചായയായിട്ട് കുടിച്ചിട്ട് അങ്ങോട്ട് പോകണം. അവർ ഈ ഐസ് നദി ഇങ്ങനെ കടന്നു പോകാൻ നോക്കുന്നതാണ്. അതവിടെ കുറച്ചെണ്ണം. അവിടെ മര്യാദയ്ക്ക് പാലമുണ്ട്, വലിയ കഷ്ടപ്പാടില്ലാതെ പോവാം. ഇവിടെ വരുമ്പോൾ വലിയ നദി ഇപ്പോൾ ചെറുതായതായിരിക്കാം, വഴിയൊന്നുമില്ല, വെറും കല്ല് മാത്രമേ ഉള്ളൂ. ഇടയ്ക്കൂടെ ഇങ്ങനെ വെള്ളം പോകുന്നുണ്ട്. നമുക്ക് അവിടെ ഒരു ചെറിയ പാലമുണ്ട്, അതാ യാക്ക് കടന്നു പോകുന്ന വഴി. അതിലെയാണ് പോകാറുള്ളത്.
അങ്ങനെ നടന്ന് നമ്മൾ ഈ പാലത്തിലെത്തി. മുകളിൽ ഇവിടെ എല്ലാം ഇങ്ങനെ ഐസ് ഉറഞ്ഞിരിക്കുകയാണ്. ഇങ്ങനെ അവിടെ നിന്ന് വരെയാണ്. അങ്ങനെ വെള്ളച്ചാതി നടന്ന് പാലത്തിലെത്തി. ഇതെല്ലാം ഇങ്ങനെ കാണാം. അപ്പോൾ നമുക്ക് പോവേണ്ടത് ആ വഴി, അതിലങ്ങോട്ട്, അതാ ആൾക്കാർ നടക്കുന്ന വഴി നടന്നു പോകണം നമ്മൾ. വല്ലച്ചാതി മണ്ണിടിച്ചിൽ ഇന്ന് രക്ഷപ്പെട്ടെന്ന് പോകുന്നു. അതെല്ലാം കടന്ന് നേരെ ഇങ്ങനെ കയറി വരുമ്പോൾ ഇവിടെ സാഗർമാത നാഷണൽ പാർക്കിൻ്റെ ഒരു ബോർഡുണ്ട്. നാംചിക്ക് താഴോട്ട് ലംബൂച്ച് എവറസ്റ്റ് ബേസ് ക്യാമ്പ് ഒക്കെ ആയിട്ട് ഒരു ബോർഡുണ്ട്. നമുക്കിനി 3 മണിക്കൂർ കൂടെ നടക്കാനുണ്ട്. പണ്ടെപ്പോഴോ കാണാതെ പോയ ഒരാളിൻ്റെ ഫോട്ടോയൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്കിനി 3 മണിക്കൂർ കൂടെ നടക്കാനുണ്ട്. ഇവിടെ ഒരാൾ ഇരുന്ന് തുണി നനയ്ക്കുന്നുണ്ട്. ഷൂ നനയ്ക്കിച്ച തുണി ഒക്കെ കണ്ട കയ്യിൽ ഉറയിട്ടിട്ടാണ് നനയ്ക്കുന്നത്. ഇന്നലെ നമ്മൾ കയ്യിൽ ഉറയിടാതെ നനച്ച് കൊടുപ്പായി. എന്താ ഇവിടെ ഐസ് കട്ട വെള്ളം വരുന്നത് ഒക്കെ ആയിട്ടുണ്ട്. ഇവിടെ കുറേ നിറയെ ആൾക്കാരൊക്കെ ഉണ്ട്. ഇവിടെ കയറി ഒരു ബ്ലാക്ക് ടീ കുടിക്കാം. ബ്ലാക്ക് ടീ ഓക്കെ ഓക്കെ. അവിടെ ബാക്കിയുള്ളവർക്കൊക്കെ ബ്ലാക്ക് ടീ കൊടുക്കുന്നുണ്ട്. ഇവിടെ ആൾക്കാർ കുടിച്ചോണ്ടൊക്കെ ഇരിക്കുന്നുണ്ട്. പക്ഷേ ഹായ്, ഇവിടെ നിന്നിങ്ങനെ മുകളിലോട്ട് നടക്കാനുണ്ട്. അങ്ങനെ ഇവിടെ വന്ന് വെജിറ്റബിൾ നൂഡിൽസ് മുട്ടയൊക്കെ കൂടെ ചേർത്ത് പറഞ്ഞ് വിശക്കണം. നല്ല വിശപ്പ്. നേരെ ഇവിടെ രണ്ടിടത്തും വെയിറ്റ് ചെയ്യാം. അപ്പുറത്ത് വെയിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനൊരു നൂഡിൽസും ഓർഡർ ചെയ്തിട്ട് നേരെ അകത്ത് കയറി ഇരിക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ
ഇവിടെയൊക്കെ നിറയെ ആൾക്കാരുണ്ട്.